പ്രൈസ് ദി ലോർഡ്. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ പരിശുദ്ധ നാമത്തിൽ എല്ലാവർക്കും എൻ്റെ സ്നേഹവന്ദനം അറിയിക്കുന്നു. ഇങ്ങനെ അവസരം നൽകി തന്ന ദൈവദാസനോടും സഭയോടുമുള്ളതായ പ്രത്യേക നന്ദിയും ഈ സമയത്തെ രേഖപ്പെടുത്തിക്കൊള്ളുന്നു. ഇവിടെ കടന്നു വരുവാൻ തക്കവണ്ണം കർത്താവെ ഇടയാക്കിയല്ലോ എന്നോർത്ത് ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. എനിക്ക് എന്നോട് പറഞ്ഞതനുസരിച്ച് അല്പസമയം എൻ്റെ മുൻപിലുണ്ട്. അത് എൻ്റെ സാക്ഷ്യമായിട്ട് തന്നെ നിങ്ങളുടെ പ്രചോദനത്തിനായിട്ട് ഷെയർ ചെയ്യാമെന്ന് ആഗ്രഹിക്കുകയാണ്. അതിന് ആധാരമായിട്ടൊരു വാക്യം വായിക്കുന്നു. 77-ാം സങ്കീർത്തനം അതിൻ്റെ 13-ാം വാക്യം. 77-ൻ്റെ 13-ാം വാക്യം. ദൈവമേ, നിൻ്റെ വഴി വിശുദ്ധമാകുന്നു, നമ്മുടെ ദൈവത്തെപ്പോലെ വലിയ ദൈവം ആരുള്ളൂ. 15-ാം വാക്യം. തൃക്കൈ കൊണ്ട് നീ നിൻ്റെ ജനത്തെ വീണ്ടെടുത്തിരിക്കുന്നു, യാക്കോബിൻ്റെയും യോസഫിൻ്റെയും മക്കളെ തന്നെ. 16. ദൈവമേ, വെള്ളങ്ങൾ നിന്നെ കണ്ടു, വെള്ളങ്ങൾ നിന്നെ കണ്ടു ഭ്രമിച്ചു, ആഴികളും വിറച്ചുപോയി. 17. മേഘങ്ങൾ വെള്ളം ചൊരിഞ്ഞു, ആകാശം നാദം മുഴക്കി, നിൻ്റെ അസ്ത്രങ്ങൾ പരക്കെ പറന്നു. 18-ാം വാക്യം. നിൻ്റെ ഇടിമുഴക്കം ചുഴലിക്കാറ്റിൽ മുഴങ്ങി, മിന്നലുകൾ ഭൂതലത്തെ പ്രകാശിപ്പിച്ചു, ഭൂമി കുലുങ്ങി നടുങ്ങിപ്പോയി. 19-ാം വാക്യം. നിൻ്റെ വഴി സമുദ്രത്തിലും നിൻ്റെ പാതകൾ പെരുവെള്ളത്തിലുമായിരുന്നു, നിൻ്റെ കാൽ ചുവടുകളെ അറിയാതെയുമിരുന്നു. 20-ാം വാക്യം. മോശയുടെയും അഹരോൻ്റെയും കയ്യാൽ നിൻ്റെ ജനത്തെ ആട്ടിൻകൂട്ടത്തെ പോലെ നടത്തി. ദൈവത്തിന് സ്തോത്രം. പ്രാർത്ഥിക്കാം. കർത്താവേ, എൻ്റെ വായിലെ വാക്കുകളെ നീ ശുദ്ധീകരിക്കണമേ, നിൻ്റെ ജനത്തെ അനുഗ്രഹിക്കണമേ, പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കണമേ, യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. ദൈവത്തിൻ്റെ വഴികൾ വിശുദ്ധമാകുന്നു. ദൈവത്തിൻ്റെ വഴി സമുദ്രത്തിലും അതിൻ്റെ പാതകൾ പെരുവെള്ളത്തിലുമായിരുന്നു, നിൻ്റെ കാൽച്ചുവടുകളെ അറിയാതെയുമിരുന്നു. ദൈവത്തിൻ്റെ വഴികൾ എപ്പോഴും സന്തോഷത്തിൻ്റെ വഴികളാണെന്നാണ് നാം സാധാരണമായി ചിന്തിക്കുന്നത്. എന്നാൽ സന്തോഷം വന്നിട്ടുള്ളതൊക്കെ സമുദ്രമധ്യേ കൂടെ പോയതിന് ശേഷമാണ്, പെരുങ്കാറ്റിൽ കൂടെ പോയതിന് ശേഷമാണ്. എൻ്റെ ജീവിതത്തിലെ ശുശ്രൂഷയുടെ രംഗത്തിലുണ്ടായിരുന്ന ഒന്ന് രണ്ട് വിഷയത്തെക്കുറിച്ച് ഞാൻ സാക്ഷ്യമായിട്ട് രേഖപ്പെടുത്താനുള്ള സമയമേ ഇന്ന് കാണുന്നുള്ളൂ. എന്നാൽ ജീവിത പ്രശ്നത്തിൻ്റെ മധ്യത്തിൽ ദൈവസന്നിധിയിലേക്ക് കടന്നു വന്ന് പ്രാർത്ഥിക്കുന്ന ഒരാസാഫിനെ നമുക്ക് കാണുന്നുണ്ട്. അദ്ദേഹം ദൈവത്തെ അന്വേഷിച്ചു, അദ്ദേഹം ദൈവത്തെ ഓർത്തു, കഴിഞ്ഞ കാലങ്ങളിൽ പ്രവർത്തിച്ച വഴികളെക്കുറിച്ച് താൻ ധ്യാനിച്ചു. ജീവിതത്തിൽ അനേക ചോദ്യങ്ങളുണ്ടായിരുന്നു. ആ ചോദ്യങ്ങൾ 5-6 ചോദ്യങ്ങളോടെ ഉണ്ട് അതേ സങ്കീർത്തനത്തിൽ. കർത്താവ് എന്നെ എന്നേക്കും തള്ളിക്കളയുമോ? അവൻ ഇനി ഒരിക്കലും അനുകൂലമായിരിക്കില്ലയോ? അവൻ്റെ ദയ സദാകാലത്തേക്കും പോയിപ്പോയോ? അവൻ്റെ വാഗ്ദാനം തലമുറയോളം ഇല്ലാതെയായി പോകുമോ? ദൈവം കൃപ കാണിക്കുവാൻ മറന്നിരിക്കുന്നുവോ? അവൻ കോപത്തിൽ തൻ്റെ കരുണ അടച്ച് കളയാതിരിക്കുന്നുവോ? 6 ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട് ജീവിതത്തിൻ്റെ പ്രശ്നത്തിൻ്റെ മധ്യത്തിൽ. ചോദ്യം ചോദിക്കാത്ത ആരുമില്ല. ഞാനും അനേക ചോദ്യം ചോദിച്ചിട്ടുണ്ട്. പ്രശ്നങ്ങളുടെ മധ്യത്തിൽ എന്ത് ചെയ്യണം എന്ന് ഭാരപ്പെട്ട അവസരങ്ങളിൽ പല ചോദ്യങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിലും ആസാഫ് ദേവദാസൻ പറഞ്ഞതുപോലെ പിന്നീട് മനസ്സിലായി, ദൈവമേ, നിൻ്റെ വഴി വിശുദ്ധമാകുന്നു, നിന്നെപ്പോലെ വലിയ ദൈവമില്ല. നിൻ്റെ വഴി സമുദ്രത്തിലും നിൻ്റെ പാത പെരുവെള്ളത്തിലും ആയിരുന്നു. ദൈവത്തിന് സ്തോത്രം. അനേക അനുഭവങ്ങൾ കടത്തിവിട്ട ദൈവത്തിന് ഞാൻ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. യോഹന്നാൻ്റെ സുവിശേഷം 15-ാം അധ്യായത്തിൻ്റെ 16-ാം വാക്യത്തിൽ, നിങ്ങൾ എന്നെ തിരഞ്ഞെടുത്തു എന്നല്ല, ഞാൻ നിങ്ങളെ തിരഞ്ഞെടുത്തു, നിങ്ങൾ പോയി ഫലം കായ്ക്കേണ്ടതിനും ഫലം നിലനിൽക്കേണ്ടതിനും. എൻ്റെ സാക്ഷ്യമായി പറയുന്നുവെങ്കിൽ കർത്താവിനെ തിരഞ്ഞെടുത്തെന്നോർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഞാൻ ദൈവത്തെ തിരഞ്ഞെടുക്കുന്നതിന് മുമ്പേ ദൈവം എന്നെ തിരഞ്ഞെടുത്തല്ലോ എന്ന് ഞാൻ ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഒരു നല്ല ആത്മീയ കുടുംബത്തിൽ വളരുവാൻ കർത്താവ് എനിക്ക് കൃപ തന്നു. എന്നാൽ ഞങ്ങൾ 8 മക്കളാണ്. 8 മക്കളിൽ എൻ്റെ അമ്മ എപ്പോഴും പറയുമായിരുന്നു, ഇവൻ അശുവാണെന്ന് പറയുമായിരുന്നു.
എല്ലാവരും കൂലിവേല ചെയ്ത് വല്ലതൊക്കെ ചെയ്തോളും, ഇവൻ എന്തോ ചെയ്യുമെന്ന് അറിയാൻ പാടില്ല എന്ന് പലപ്പോഴും പറഞ്ഞു കേട്ടിട്ടുണ്ട്. ലിറ്ററലി അത് ശരിയായിരുന്നു. പലവിധമായ രോഗങ്ങളും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ടാണ് അങ്ങനെ ഭാരപ്പെട്ടിട്ടുള്ളത്. സുവിശേഷ വേല ചെയ്യാൻ ഞാൻ ഒരിക്കലും താല്പര്യപ്പെട്ടതല്ല. അങ്ങനെ ഒരു ചലഞ്ച് എനിക്കാരും തന്നിട്ടുമില്ല. എന്നാൽ എന്നെ നിർമ്മിച്ച ദൈവത്തിന് തൻ്റെ വേല ചെയ്യണമെന്നുള്ള എന്നെക്കുറിച്ചുള്ള താല്പര്യം താൻ ചെയ്തെടുത്തു എന്നാണ് എനിക്ക് പറയുവാനായിട്ടുള്ളത്. എൻ്റെ 18-ാമത്തെ വയസ്സിൽ ഞാൻ വടക്കേ ഇന്ത്യയിൽ ബൈബിൾ കോളേജിൽ പഠിക്കാനായിപ്പോയി. സുവിശേഷ വേലയ്ക്ക് വേണ്ടി പോയതല്ല, ബൈബിൾ കോളേജിൽ പഠിക്കാൻ പോയതാണ്. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ അവിടെ ഹിന്ദിയും അറിയത്തില്ല, ഇംഗ്ലീഷും അറിയത്തില്ല, മലയാളം മാത്രമേ അറിയത്തുള്ളൂ. എന്നാൽ ഒരു വർഷത്തെ പഠിത്തത്തിന് ശേഷം ഇംഗ്ലീഷിലായിരുന്നു ക്ലാസ്സുകൾ. കാര്യമായിട്ടൊന്നും മനസ്സിലായില്ല. ഒരു വർഷം കഴിഞ്ഞപ്പോഴാണ് യഥാർത്ഥമായിട്ട് ഇംഗ്ലീഷിൽ കുറച്ച് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയത്. എന്നാൽ 2-ാമത്തെ മാസത്തിൻ്റെ ഒരു ശനിയാഴ്ച ഞങ്ങളെ ഔട്ട്റീച്ചിൻ്റെ വർക്ക് വേണ്ടി, പ്രാക്ടിക്കൽ വർക്കിന് വേണ്ടി പറഞ്ഞു വിട്ടു. ഒരു കാര്യം എനിക്ക് മനസ്സിലായി, ഞാൻ പോയ ഗ്രാമത്തിലൊന്നും ആരും യേശുവിനെക്കുറിച്ച് കേട്ടിട്ടില്ല. 2-ാമത്തെ ആഴ്ചയിലും മറ്റു ഗ്രാമത്തിൽ പോയി, അവിടെയും ആരും ഒരിക്കലും യേശുവിനെക്കുറിച്ച് കേട്ടിട്ടില്ല. 2-ാം മാസത്തിലും അങ്ങനെ തന്നെ സംഭവിച്ചു. അന്നും പോയ ഗ്രാമത്തിൽ ആരും ഒരിക്കലും യേശുവിനെക്കുറിച്ച് കേട്ടിട്ടില്ല. എൻ്റെ ഹൃദയത്തിൽ വലിയ ഭാരമുണ്ടായി. അതെന്തുകൊണ്ടങ്ങനെ? കേരളക്കരയിൽ മുടിയംപുത്തൻ്റെ കഥ ചോദിച്ചാൽ അറിയാത്ത ഹിന്ദുക്കളില്ല. ഇവിടെ യേശു എന്നുള്ള നാമം കേട്ടിട്ടില്ലാത്ത ഒരു കൂട്ടരുടെ മധ്യത്തിൽ ഞാൻ ചെന്നപ്പോൾ, അങ്ങനെ വടക്കേ ഇന്ത്യയിൽ ആരും സുവിശേഷം കേൾക്കാത്തവരുണ്ട് എന്ന് മനസ്സിലാക്കി അന്ന്. ആരും എന്നോട് പറഞ്ഞില്ല. എന്നാൽ ഈ ഔട്ട്റീച്ചിന് ശേഷം രാത്രി ഉറങ്ങാൻ കിടന്നാൽ ഉറക്കം വരികയില്ല. എൻ്റെ കൂട്ടുകാർ കിടന്നുറങ്ങുകയാണ്, എനിക്ക് ഉറക്കം വരികയില്ല. എന്താ ഞാൻ ചെയ്യുന്നറിയാമോ? ഇവിടെ ആരും സുവിശേഷം പറയാൻ വരാനിതെന്ത്? ഇതാ എൻ്റെ പ്രശ്നം. ഇത് എൻ്റെ പ്രശ്നമല്ല കേട്ടോ, ദൈവത്തിൻ്റെ പ്രശ്നമായിരുന്നു. ഹൃദയത്തിൽ ഭാരം തരുന്ന ദൈവമാണെങ്കിൽ ജയിപ്പിക്കുക തന്നെ ചെയ്യും. നാം കടന്നു വന്നാൽ ഉള്ള റിസൾട്ട് അതിനേക്കാളും കൂടുതലാണ് ദൈവം അയച്ചാൽ വലിയ റിസൾട്ടാണ്. അതുകൊണ്ട് ആ ഗ്രാമത്തെക്കുറിച്ചുള്ള വലിയ ഭാരമുണ്ടായിട്ട് ഒരു 6 മാസത്തിൽ കൂടുതൽ രാത്രി എനിക്ക് ഉറക്കം വന്നില്ല. 6 മാസം തുടർച്ചയായിട്ട് രാത്രി ഉറങ്ങാൻ വയ്യാതെ ഹോസ്റ്റലിൽ ഇങ്ങനെ ഇത് പ്രാർത്ഥിക്കുമായിരുന്നു, എന്തുകൊണ്ട് ഇവിടെ ആരും വന്നില്ലെന്നുള്ളതാണ്. എന്നാൽ ഒരിക്കൽ പോലും ഞാൻ പറഞ്ഞില്ല, കർത്താവേ നീ എന്നെ അയക്കണേ, ഞാൻ പൊക്കോളാമെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. ആ ചിന്തയിലല്ലായിരുന്നു വന്നത്. വചനം പഠിക്കണം എന്നുള്ള ആഗ്രഹത്തിൽ വന്നതാണ്. എന്നാൽ അന്നത്തെ ആ വർഷത്തിൻ്റെ അവസാന ദിവസം എൻ്റെ സീനിയർ സ്റ്റുഡൻസിനെ അവർ ഗ്രാജുവേഷന് വേണ്ടി അവരെ ഡ്രസ്സ് വെക്കട്ടെ നിൽക്കുമ്പോൾ അന്ന് കടന്നു വന്ന ദൈവദാസൻ ചോദിക്കുകയാണ്, നിങ്ങൾ പഠിച്ചു, നിങ്ങൾക്ക് സർട്ടിഫിക്കറ്റ് കിട്ടി, ഈ മലകളിലും ഗ്രാമത്തിലും ഉത്തരേന്ത്യൻ പ്രദേശങ്ങളിലൊക്കെ ചെന്ന് കർത്താവിൻ്റെ വചനം അറിയിക്കാമോ എന്ന് അവരോട് ചോദിക്കുമ്പോൾ, ഇത് സംഭവിക്കുന്നത് ഉത്തർപ്രദേശിൽ വാരണാസി എന്ന് പറയുന്ന സ്ഥലത്താണ് ഞാൻ പഠിക്കാൻ പോയത്. അപ്പോൾ അവിടെയുള്ള ഗ്രാമത്തിൽ സുവിശേഷം അറിയിക്കാൻ നിങ്ങൾ സമർപ്പിക്കപ്പെടുന്നു ചോദിച്ചപ്പോൾ അവരാരും ഒന്നും പറഞ്ഞതായിട്ട് എനിക്ക് തോന്നുന്നില്ല, മൗനമായിരുന്നു. ഞാൻ ഏറ്റവും ബാക്കിലിരിക്കുക, കാരണം ഫസ്റ്റ് ഇയർ സ്റ്റുഡൻ്റാണ്. ഞാൻ അവിടെ ഇരുന്നുകൊണ്ട് എനിക്ക് മനസ്സിലായി എന്നോടാണ് ചോദിക്കുന്നത്. ഗ്രാജുവേഷൻ നിൽക്കുന്നവർ അവർ ഒരു മറുപടിയും കൊടുത്തില്ലെങ്കിലും എന്നോട് ദൈവം സംസാരിക്കുകയാണ്, കഴിഞ്ഞ 6 മാസമായി നിൻ്റെ ഉറക്കത്തെ നഷ്ടപ്പെടുത്തി ഈ ദേശത്ത് ആരും സുവിശേഷം പറയാനില്ലല്ലോ എന്നുള്ള ഭാരത്താൽ ഞാൻ നിനക്ക് ഭാരം തന്നു. അവിടെ ഗ്രാജുവേഷനാണ്, പക്ഷെ നിന്നോട് ചോദിക്കുന്നു, ഈ വടക്കിന്ത്യയിൽ നിന്നെ തന്നെ സമർപ്പിച്ച് സുവിശേഷം ചെല്ലാത്ത സ്ഥലങ്ങളിൽ സുവിശേഷം എത്തിക്കാമോ എന്ന് ചോദിച്ചു. ഞാൻ അവിടുന്ന് ഉറക്കം നിലവിളിക്കാൻ തുടങ്ങി. ഗ്രാജുവേഷൻ എന്ന സ്റ്റുഡൻസ് എല്ലാം പുറകോട്ട് നോക്കുകയാണ്, ഇദ്ദേഹത്തിന് എന്ത് സംഭവിച്ചു എന്ന്. എനിക്കൊന്നും മറുപടി പറയാനില്ല. ഞാൻ ദൈവത്തോട് പറഞ്ഞു, കർത്താവേ ആയുസ്സും ആരോഗ്യം തന്നാൽ ഈ വടക്കേന്ത്യ പ്രദേശത്ത് ഞാൻ നിൻ്റെ വേല ചെയ്തു കൊള്ളാമെന്ന് അന്ന് ദൈവസേനയിൽ ഞാൻ സമർപ്പിക്കുകയുണ്ടായി. ദൈവത്തിന് സ്തോത്രം. ഗ്രാജുവേഷൻ കഴിഞ്ഞു, എല്ലാവരും എഴുന്നേറ്റ് പോയി, പക്ഷേ എൻ്റെ കണ്ണുനീര് നിന്നില്ല. അപ്പോൾ ഓരോ ഗ്രാജുവേഷൻ കഴിഞ്ഞ സ്റ്റുഡൻസും എൻ്റെ തോളത്ത് തലോടിക്കൊണ്ട് പറഞ്ഞു, ദൈവം നിന്നെ അനുഗ്രഹിക്കട്ടെ എന്ന് പറഞ്ഞു. പക്ഷേ അപ്പോഴും എൻ്റെ കരച്ചിൽ നിന്നില്ല. അതിനുശേഷം അവർ കഴിച്ചിട്ട് വന്നു, അന്നേരം എൻ്റെ കരച്ചിൽ നിന്നിട്ടില്ല. കാരണം കരയാൻ അനുവദിച്ച ദൈവമാണ്, ഭാരം തന്ന ദൈവമാണ്. രാത്രി എല്ലാവരും പിന്നെ വന്ന് പ്രത്യേകിച്ച് എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. അങ്ങനെ അന്ന് രാത്രിയിലെ ദൈവസേനയിലെ വടക്കേന്ത്യയിലെ ശുശ്രൂഷയ്ക്ക് വേണ്ടി സമർപ്പിക്കുവാൻ കർത്താവ് ഇടയാക്കി തീർത്തു. ഞാൻ ദൈവത്തിനെ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. അതിനുശേഷം
40 കൂടുതൽ വർഷമായി. 35 വർഷം ഹരിയാനയിലും ബാക്കി വർഷങ്ങളിലെ ജമ്മു കാശ്മീർ, ഉത്തർപ്രദേശ്, മഹാരാഷ്ട്ര, അങ്ങനെ പല സ്റ്റേറ്റുകളിലായി കർത്താവിൻ്റെ സുവിശേഷം അറിയിപ്പാൻ കർത്താവ് കൃപയാൽ ഇടയാക്കി. ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഞാൻ പറഞ്ഞല്ലോ, ചെറിയ പ്രായം മുതൽ ആരോഗ്യത്തിൽ വളരെ പുവറായിരുന്നു. എൻ്റെ പേരൻസ് അതിനെക്കുറിച്ചുള്ള ഭാരമുണ്ടായിരുന്നു. എന്നാൽ ഏത് രാത്രിയിൽ ഞാൻ എന്നെ തന്നെ സമർപ്പിച്ച്, കർത്താവെ വടക്കേന്ത്യയുടെ മണ്ണിൽ ഞാൻ നിനക്ക് വേണ്ടി സാക്ഷ്യം വഹിച്ചു കൊള്ളാമെന്ന് ഞാൻ സമർപ്പിച്ച അന്ന് രാത്രി ഒരു പ്രത്യേക സംഭവം നടന്നു. ആ സംഭവം എന്ന് പറയുമ്പോൾ അന്ന് രാത്രി മനസ്സിലായില്ല, തുടർന്നുള്ള ദിവസമാണ് മനസ്സിലായത്. എന്താണെന്നറിയാമോ? എനിക്ക് എപ്പോഴും സ്റ്റൊമക്ക് സംബന്ധമായ പ്രശ്നമുണ്ടായിരുന്നു, ചെസ്റ്റ് സംബന്ധമായ പ്രശ്നമുണ്ടായിരുന്നു. ഇത് ബൈബിൾ കോളേജ് ചെന്നിട്ട് ഈ പ്രാർത്ഥിക്കുന്ന രാത്രി വരെയും അതിൻ്റെ തലേദിവസവും എനിക്ക് ചെസ്റ്റിൽ വലിയ പ്രശ്നമുണ്ടായിട്ട് ഹോസ്പിറ്റലിൽ വരെ കൊണ്ടുപോകേണ്ട അങ്ങനെയുള്ള ഒരു സാഹചര്യം ഉണ്ടായി. ഒരിക്കലും അതിനൊരു മാറ്റം വന്നിട്ടില്ല. എന്നാൽ അതിനുശേഷം ഇന്നേക്ക് 40 വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ പറഞ്ഞു, കർത്താവേ നീ ആയുസ് തന്നാൽ വടക്കേന്ത്യയിലെ ജനത്തിൻ്റെ മധ്യത്തിൽ സുവിശേഷം അറിയിക്കാം എന്ന് പറഞ്ഞതിന് ശേഷം ഈ വയറ്റിലെ അസുഖവും ചെസ്റ്റിലുണ്ടായിരുന്ന അസുഖവും പിന്നെ ഒരിക്കലും ഉണ്ടായിട്ടില്ല. ദൈവത്തിന് സ്തോത്രം. അപ്പോൾ കർത്താവ് എന്നെ യഥാർത്ഥമായി വിളിച്ചു എന്നുള്ളതിന് ഒരു തെളിവാണ് അന്ന് രാത്രിയിൽ എനിക്ക് സംഭവിച്ചത്. ദൈവത്തിന് സ്തോത്രം. അപ്പോൾ ദൈവം പ്രവർത്തിക്കുമ്പോൾ, ദൈവം അനുഗ്രഹിക്കാൻ ആഗ്രഹിക്കുമ്പോൾ ചിലപ്പോൾ നമുക്ക് ഒത്തിരി ഉപയോഗിച്ച് പ്രാർത്ഥിക്കേണ്ട ആവശ്യമില്ല. സമർപ്പിക്കേണ്ട പോലെ അങ്ങ് സമർപ്പിച്ചു കഴിഞ്ഞാൽ ദൈവം പ്രവർത്തിക്കും. ദൈവത്തിന് സ്തോത്രം. അതുകൊണ്ട് എത്ര പ്രാർത്ഥിച്ചു എന്നുള്ളതല്ല, എത്ര ദൈവഹിതപ്രകാരം മനസ്സിലാക്കി സമർപ്പിച്ചു എന്നുള്ളതിലാണ് നമുക്ക് വിടുതലുള്ളത്. ദൈവത്തിന് സ്തോത്രം. അപ്പോൾ ദൈവത്തിൻ്റെ വഴി സമുദ്രത്തിലും അവൻ്റെ പാതകൾ വെള്ളത്തിലും. ഇത് നമ്മൾ ആഗ്രഹിക്കാത്ത കാര്യമാണ്. തീയിൽ കൂടെയും വെള്ളത്തിൽ കൂടെയും പോകാൻ നമുക്ക് ആഗ്രഹമില്ല എങ്കിലും ദൈവം തൻ്റെ പ്രവൃത്തി തീയിലും വെള്ളത്തിലുമാണ് വെളിപ്പെടുത്തുന്ന. ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഞാൻ ജമ്മു കാശ്മീരിലെ കുറച്ച് നാൾ കർത്താവിൻ്റെ വേല ചെയ്തു. അപ്പോൾ ദൈവത്തിൻ്റെ ആത്മാവിനോട് സംസാരിച്ചു. നിൻ്റെ വേല സെൻട്രൽ ഇന്ത്യയിലാണെന്നുള്ള മനസ്സിലാക്കി. അങ്ങനെ ദൈവഹിതം മനസ്സിലാക്കി ഞാൻ കേരളത്തിലേക്ക് ചെന്ന് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് വിവിധ രീതിയിൽ എന്നോട് ഹരിയാനയിലേക്ക് കടന്നു പോകാനായിട്ട് സംസാരിച്ചു. ഞാൻ എന്നിട്ട് വന്ന സമയത്ത് അച്ഛൻ ചോദിക്കുക, നീ ഹരിയാനയിൽ ചെന്ന എങ്ങനെയാണെന്ന് ചോദിച്ചു. അപ്പോൾ അതൊരു വലിയ കഥയാണ്. എന്നാൽ വളരെ അത്ഭുതകരമായി ദൈവം എന്നെ ഹരിയാനയിലേക്ക് നടത്തി. എന്നാൽ ഹരിയാനയിൽ വന്നപ്പോൾ ഞാൻ 2 കാര്യം ദൈവത്തോട് ചോദിച്ചു. 1, എനിക്ക് ആത്മാക്കളെ തരണം. 2, ആയുസ്സും ആരോഗ്യവും നീ നൽകിത്തരണം. ഈ 2 കാര്യമാണ് കർത്താവിനോട് ചോദിച്ചത്. അപ്പോൾ ആത്മാക്കളെ ലഭിക്കണം എന്നുള്ള താല്പര്യത്തോടുകൂടി ഹരിയാനയിൽ വന്നു പറ്റി. എന്നാൽ അവിടെ വന്നപ്പോഴാണ് മനസ്സിലാക്കിയത്, ഹരിയാനയിൽ ജാട്ടുവർഗ്ഗക്കാർ, സുവിശേഷത്തോട് ഏറ്റവും എതിർപ്പ് കാണിക്കുന്ന ജാട്ടുവർഗ്ഗക്കാർ, അവരാണ് അവിടെ താമസിക്കുന്നത്. നേരത്തെ അറിഞ്ഞിരുന്നെന്നുണ്ടെങ്കിൽ ഒരു പക്ഷേ മാനുഷികമായി ഞാൻ അവിടെ പോവുകയില്ലായിരുന്നു. പലരും എന്നോട് ചോദിച്ചു, വഴിതെറ്റി വന്നതാണോ എന്ന് ചോദിച്ചു. ഞാൻ വഴിതെറ്റി വന്നതല്ല, പക്ഷേ എൻ്റെ ഹൃദയത്തിൽ വലിയ ആഗ്രഹം ഉണ്ടായിരുന്നു ആത്മാക്കളെ എത്രയും പെട്ടെന്ന് ലഭിക്കണമെന്ന്. 1 വർഷം അധ്വാനിച്ചിട്ടും ഒന്നും ലഭിച്ചില്ല. വളരെ ഭാരമുണ്ടായി. ഉപവസിക്കാനും പ്രാർത്ഥിക്കുവാനായി തുടങ്ങി. എന്നാൽ ആ ദിവസങ്ങളിൽ എൻ്റെ കൂടെ വർക്ക് ചെയ്യാനായിട്ടൊരു സഹോദരൻ കടന്നു വന്നു. ഞാൻ പറഞ്ഞു, നമ്മൾ 1 വർഷമായി പ്രവർത്തിക്കുന്ന ആത്മാക്കളെ ഒന്നും ലഭിച്ചില്ലല്ലോ. കർത്താവ് അടുത്ത 30 ദിവസത്തിനുള്ളിൽ നമുക്ക് ഒരാത്മാവിനെ തരാൻ പോവുക എന്ന് പറഞ്ഞു. ഞങ്ങൾ അതുകൊണ്ട് ഒരു പ്രത്യേക ഗ്രാമത്തെ ഞങ്ങൾ കേന്ദ്രീകരിച്ച് പ്രവർത്തിച്ചു. 20 ദിവസം കഴിഞ്ഞിട്ടും ആരെയും കിട്ടിയില്ല. അപ്പോൾ 1 വർഷമൊക്കെ ആയി കഴിഞ്ഞു. 25 ദിവസമായിട്ടും ആരെയും കിട്ടിയില്ല. 29-ാം ദിവസം, അതായത് മാസം തീരാൻ പോവുക, എൻ്റെ കൂടെ നിന്ന സഹോദരൻ ജൂനിയർ ആയിരുന്നു. ചോദിച്ചു, ആരെയും കിട്ടിയില്ലല്ലോ. അപ്പം ഞാൻ പറഞ്ഞു, കർത്താവ് പ്രവർത്തിക്കുമെന്ന് പറഞ്ഞു. 29ാം രാത്രിയിൽ ഉറങ്ങിക്കിടക്കുമ്പോൾ എനിക്ക് ഉറക്കം വരുന്നില്ല. നാളെ 30-ാം തീയതിയാണ്. സഹോദരനോട് പറയണം നമുക്ക് ആത്മാക്കളെ തന്നെന്ന്. എന്നാൽ 30-ാം തീയതി എഴുന്നേറ്റ് ഭാരത്തോടു കൂടെ എഴുന്നേറ്റിരിക്കുമ്പോൾ പ്രായമുള്ളൊരു അമ്മച്ചി ഓടി വന്ന് എൻ്റെ അടുക്കെ പറയുകയാണ്. അമ്മച്ചിയുടെ ഭർത്താവ് മലയാളിയാണ്, അവർ ഹിന്ദിക്കാരിയാണ്, അവർ ക്രിസ്ത്യാനിയാണ്. അപ്പോൾ അവർ വന്ന് പറയുകയാണ്, ഇന്നലെ രാത്രി ഞാൻ ഉറങ്ങിയില്ല. ഞാൻ ചോദിച്ചു, അമ്മച്ചി എന്താ ഉറങ്ങാഞ്ഞത്? പറഞ്ഞു, എൻ്റെ കർത്താവ് എനിക്ക് വേണ്ടി ഒത്തിരി നന്മകൾ ചെയ്തിട്ടുണ്ട്, കർത്താവിന് വേണ്ടി ഒന്നും ചെയ്യാൻ എനിക്ക് കഴിഞ്ഞില്ലല്ലോ എന്നുള്ള ഭാരം എനിക്ക് ഉണ്ടായി, അതുകൊണ്ടാണ് ഉറക്കമില്ലാഞ്ഞത്. അതുകൊണ്ട് എന്ത് ചെയ്യണമെന്ന് ചോദിച്ചാൽ പറഞ്ഞു, ഇന്ന് രാവിലെ 10 മണിക്ക് ഞാൻ അയലക്കത്തുള്ള ആളുകളെല്ലാം എൻ്റെ വീട്ടിൽ വിളിച്ചു കൂട്ടിയേക്കുകയാണ്. ദേവദാസൻ അവിടെ വന്നൊന്ന് വചനം പറയാമോ? ആദ്യമായിട്ടാണ്, അതുവരെ സഭ തുടങ്ങിയിട്ടില്ല, ഒരു കൂട്ടായ്മ ആരംഭിച്ചിട്ടില്ല, ആരെയും കിട്ടിയിട്ടില്ല. എനിക്കപ്പോൾ തോന്നി, കർത്താവ് ക്ഷീണിച്ച ശിഷ്യന്മാർക്ക്
ഈ മീനൊക്കെ ചുട്ട വിളിച്ചിട്ട് പറഞ്ഞ് വരുവീൻ ഭക്ഷിപ്പീരെന്ന് പറഞ്ഞ പോലെ എനിക്ക് തോന്നി. ദൈവത്തിന് സ്തോത്രം. ഞാൻ അവിടെ ചെന്ന സമയത്ത് കണ്ടത് ആ അമ്മച്ചി ഒരു കൂട്ടം ആളുകളെ വിളിച്ചു കൂട്ടി സുവിശേഷം അറിയിക്കുകയാണ്. എനിക്ക് സാഹചര്യം തന്നു. ഞാൻ പറഞ്ഞു കൊള്ളട്ടെ, ഞാൻ പ്രത്യേക ഗ്രാമത്തിൽ സുവിശേഷം അറിയിച്ചിട്ട് ആരെയും കിട്ടാതെ 29 ദിവസം കഴിഞ്ഞ് 30-ാം തീയതി രാവിലെയാണ് ഈ കാര്യം സംഭവിക്കുന്നത്. ഈ 29 ദിവസത്തിനുള്ളിൽ പോലീസ് അന്വേഷണേ വന്നു. കാരണം ഒരു സ്ഥലത്ത് തന്നെ ചുറ്റി നടന്ന് വീടാന്തോറും കയറുന്ന എന്തെന്ന് ചോദിച്ചാൽ വന്നത്. അതുകൊണ്ട് പോലീസ് സ്റ്റേഷനിൽ പറഞ്ഞു. അപ്പോൾ പോലീസ് സ്റ്റേഷൻ ചെന്നപ്പോൾ പറഞ്ഞു, നീ ഇവിടെയുള്ള ആളുകളുടെ വീട്ടിൽ സുവിശേഷം അറിയിക്കുന്നു, അത് പാടില്ലെന്ന് പറഞ്ഞതിനെ വിലക്കാൻ തുടങ്ങി. വളരെ പ്രയാസപ്പെട്ടു. എന്നാൽ ഈ ദൈവത്തിൻ്റെ വഴി സമുദ്രത്തിലും പെരുവെള്ളത്തിലും കൂടെ ആണെന്നുള്ളത് എനിക്ക് അപ്പോഴാണ് മനസ്സിലായതെന്നറിയോ. ഈ അമ്മച്ചി രാവിലെ വിളിച്ച് പറയുകയാണ്, വന്ന് സുവിശേഷം അറിയിക്കുക. അന്ന് സുവിശേഷം അറിയിച്ചു, അനേകർക്ക് അല്പം സൗഖ്യം ലഭിച്ചു. അന്നാണ് ഹരിയാനയിൽ ആദ്യമായി സഭയുടെ ആരംഭം കുറിച്ച. ദൈവത്തിന് സ്തോത്രം. അതുകൊണ്ട് അതിന് മുമ്പിലായിട്ട് പോലീസ് സ്റ്റേഷനിൽ കയറി ഇറങ്ങേണ്ടി വന്നു. അതിന് മുമ്പായിട്ട് വളരെ പ്രതികൂലങ്ങൾ അനുഭവിക്കേണ്ടി വന്നു. ദൈവം അത്ഭുതകരമായി അന്ന് ആ കൂട്ടായ്മയിൽ കൂടെ ഒരു സഭ ആരംഭിക്കുവാൻ കർത്താവ് ഇടയാക്കി തീർത്ത. ദൈവത്തിന് സ്തോത്രം. ഇന്ന് ഹരിയാനയുടെ മധ്യത്തിൽ ഏതാണ്ട് 10 ചർച്ചുകളോളം കർത്താവ് നൽകി തന്നു. ദൈവത്തിന് സ്തോത്രം. ഞാനായിരിക്കുന്ന ചർച്ചിൽ ഒരു ആത്മാവിനെ സ്നാനപ്പെടുത്തുന്നതിന് മുമ്പായിട്ട് വളരെ ഭാരപ്പെട്ടു. കാരണം ആരെയും സ്നാനപ്പെടുത്തിയിട്ടില്ല. എന്നാൽ ഒരു വർഷം കഴിഞ്ഞപ്പോൾ 11 പേരെ സ്നാനപ്പെടുത്തുവാൻ കർത്താവ് ഇടയാക്കി തീർന്നു. ദൈവത്തിന് സ്തോത്രം. ഈ ഹരിയാനയുടെ മണ്ണിൽ 11 പേരെ സ്നാനപ്പെടുത്തിയ ചരിത്രം ഒരിക്കലുമില്ല ഞാൻ അച്ഛന്ന സമയത്ത്. അപ്പോൾ ഡൽഹിയിൽ ഇരുന്നവരൊക്കെ അറിഞ്ഞു, ഹരിയാനയിൽ 11 പേർ ഒന്നിച്ച് സ്നാനപ്പെടുന്നു. ഡൽഹിയിൽ നിന്ന് അനേകർ കാണുവാനായിട്ട് വന്നു. ദൈവത്തിന് സ്തോത്രം. അതിനുശേഷം കർത്താവ് വളരെ അത്ഭുതങ്ങൾ പ്രവർത്തിച്ചു. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. എന്തായാലും 11 പേരെ സ്നാനപ്പെടുത്തിയതിന് ശേഷം പിന്നെ ഈ സഭ വളരണമെന്നുള്ള ആഗ്രഹമാണ്. വളരുന്നില്ല. ഹരിയാനയിൽ ജാട്ടുവർഗ്ഗക്കാർ സുവിശേഷം കേൾക്കാൻ താല്പര്യമുള്ളവരല്ല. എവിടെ ചെന്നാലും നമ്മെ ഓടിച്ചു വിടും. ആരും സുവിശേഷം കേൾക്കാൻ റെഡിയല്ല. ഒരു ദൈവദാസൻ 10 വർഷത്തോടെ പ്രവർത്തിച്ചു, തമിഴ്നാട്ടിൽ നിന്നാണ്. അദ്ദേഹം എന്നെ കണ്ടപ്പോൾ പറഞ്ഞു, ദൈവത്തിന് സ്തോത്രം, ദൈവം നിങ്ങളെ അയച്ചു, ഞാൻ പോവുകയാണ്. ഞാൻ പാസ്റ്റർ എന്തിനാണ് പോകുന്നത്, ഇവിടെ നിൽക്കേ? ഇല്ല, 10 വർഷം പ്രവർത്തിച്ചിട്ട് ഒന്നും കിട്ടാത്തത് കൊണ്ട് ഞാൻ നിരാശപ്പെട്ട് പോവാമെന്ന് പറഞ്ഞു. അപ്പം കർത്താവ് എന്നെക്കാളും കഴിയും മിടുക്കുള്ള ഒരു ദൈവദാസനാണ്. അദ്ദേഹം ഇട്ടേച്ച് പോവുകയാണല്ലോ. അപ്പോൾ പലരും പറഞ്ഞു, ദൈവദാസൻ എടുത്ത് മടങ്ങിപ്പോയാൽ ഏറ്റവും നന്നായിരിക്കും, അല്ലെങ്കിൽ ഇദ്ദേഹം പോയതുപോലെ നിരാശപ്പെട്ട് മടങ്ങിപ്പോകേണ്ടി വരുമെന്ന് പറഞ്ഞു. എന്നാൽ ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്തു. ഒരു ദിവസം ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ട് വളരെ ആത്മാക്കൾക്ക് വേണ്ടി വളരെ ഭാരപ്പെട്ടിരിക്കുന്ന സമയത്ത് ദൈവത്തിൻ്റെ ആത്മാവിനോട് പറഞ്ഞു, ദൂരത്തുനിന്ന് ഇതാ ഒരു കുടുംബത്തെ ഞാൻ കൂട്ടിക്കൊണ്ടുവരുന്നു. പല പ്രാവശ്യം സംസാരിച്ചു. അപ്പോൾ എനിക്കത് കാര്യം മനസ്സിലായില്ല. കാരണം എന്നോട് ലെറ്ററിൽ ആരെഴുതി ചോദിച്ചാൽ എത്ര പേരെ കിട്ടിയെന്ന് ചോദിക്കുക, വേറെ ഒന്നും ചോദിക്കാറില്ല. എത്ര പേരെ കിട്ടിയെന്ന് ചോദിക്കത്തുള്ളൂ. അപ്പോൾ എപ്പോഴും 5, 10, 15 പേരെ പറയാനുള്ളൂ. എന്നാൽ ഒരു ദിവസം ഒരു മനുഷ്യൻ കടന്നു വന്നു. അദ്ദേഹം ഒരു സിഖ് മതക്കാരനാണ്, തലക്കെട്ടുള്ള ഒരു മനുഷ്യനാണ്. അവരുടെ 5 മക്കളും ഭൂതം ബാധിച്ച് പല സ്ഥലത്തും പോയിട്ട് സൗഖ്യം ലഭിക്കാതെ ഭാരപ്പെട്ടു വന്നപ്പോൾ ഞങ്ങളുടെ സ്ഥലത്ത് ഒരു സൈക്യാട്രിക് ഡോക്ടറെ കാണാൻ അവർ വന്നത്. ആ ഡോക്ടർ ഉപേക്ഷിച്ച് കഴിഞ്ഞാൽ അടുത്ത അവരുടെ താല്പര്യം ആത്മഹത്യ എന്നുള്ളതാണ്. ആത്മഹത്യയ്ക്ക് വേണ്ടി അവരൊരുങ്ങുന്ന സമയത്താണ് ഈ 5 പേരും മക്കളും ഭൂതം ബാധിച്ചാണ് ഇരിക്കുന്നത്. അവരെ ആർക്കും, ഒരു മന്ത്രവാദിക്കോ ഒരു മതത്തിനോ ശരിയാക്കാൻ കഴിയാഞ്ഞതുകൊണ്ട് അവിടെ അന്ന് രാത്രിയിലെ അതിലൊരു പെൺകൊച്ച് ഒരു സ്വപ്നം കാണുകയാണ്. സ്വപ്നമല്ല, ദർശനത്തിൽ കൂടെ കാണുകയാണ്. ആകാശത്തിലൊരു തൃശ്ശൂലവും ആകാശത്തിലൊരു കുരിശും കാണുക. അപ്പോൾ ഈ കുരിശും തൃശ്ശൂലും തമ്മിൽ യുദ്ധം ചെയ്യുന്നതാണ് കാണുന്നത്. അപ്പോൾ അവർ അവസാനം വിചാരിച്ചു ഏതോ ക്രിസ്ത്യൻ ഭൂതമാണ് എന്നുള്ള രീതിയിൽ അവർ സംസാരിച്ചു. ഏതായാലും ഏതെങ്കിലും ഒരു അച്ഛനെ പോയി കാണാമെന്ന് ഓർത്തു. അവിടെ ഒരു CNA ചർച്ച് ഉണ്ടായിരുന്നു. അവിടെ ചെന്ന് അച്ഛനെ കണ്ട് പറഞ്ഞു, ഞങ്ങളെ കൊണ്ടൊന്നും ചെയ്യാൻ സാധ്യമല്ല, ഇവിടെ കേരളത്തിൽ നിന്ന് ഒരു മിഷണറി വന്നിട്ടുണ്ട്, അദ്ദേഹത്തെ കാണാൻ പറഞ്ഞു. അപ്പോൾ അങ്ങനെ എൻ്റെ അടുത്ത് വന്നത്. എന്നെ കണ്ടപ്പോൾ തന്നെ അവർക്ക് ഒരു പാസ്റ്ററായിട്ട് തോന്നിയില്ല. ഈ ചെറുപ്പക്കാരൻ എന്ത് ചെയ്യാൻ സാധിക്കുമെന്ന് പറഞ്ഞ് അവരിറങ്ങിപ്പോകാൻ തുടങ്ങി. പക്ഷേ ഞാൻ മനസ്സിലാക്കുന്ന 5 പേരും ഭൂതം ബാധിച്ചിരിക്കുകയാണ്. മന്ത്രവാദിക്കോ മരുന്നിനോ ലോകത്തിനോ സൗഖ്യമാക്കാൻ കഴിയാത്തത് ഈ ചെറുപ്പക്കാരൻ എന്ത് ചെയ്യുമെന്ന് പറഞ്ഞു എഴുന്നേറ്റ് പോകാൻ തുടങ്ങിയപ്പോൾ ഞാൻ പറഞ്ഞു, ഒരു 5 മിനിറ്റ് എനിക്ക് താ, ഞാൻ പ്രാർത്ഥിക്കട്ടെ എന്ന് പറഞ്ഞു. 5-10 മിനിറ്റ് പ്രാർത്ഥിച്ചു. അപ്പോഴേ അവർ കണ്ണ് കാണിച്ച് ഇറങ്ങിപ്പോവുകയാണ്. കാരണം എല്ലാം ഭൂതം ബാധിച്ചിരിക്കുകയാണ്. പുറത്തോട്ട് ഇറങ്ങിയപ്പോൾ ഞാൻ പറഞ്ഞു, കർത്താവേ, നീ അവരെ കൂട്ടിക്കൊണ്ടുവന്നെങ്കിൽ നീ പ്രവർത്തിക്കണം. അവർ കാല് പുറത്ത് വെച്ച് കഴിഞ്ഞപ്പോൾ തന്നെ
അതിൽ ഒരു പെൺകുട്ടിക്ക് സുബോധം മടങ്ങി വന്നവൾ 6 മാസമായി അപ്പനെയോ അമ്മയോ സഹോദരങ്ങളോ തിരിച്ചറിയാൻ സാധിക്കാതെ ആയിരിക്കുന്ന അവസ്ഥയിൽ നിന്ന് ബോധം വന്നു. അമ്മയും അപ്പനും തിരിച്ചറിഞ്ഞു. അവരെ അത്ഭുതപ്പെട്ട് ഒന്നിച്ച് നോക്കിയിരിക്കുകയാണ്, എന്ത് ചെയ്യണം. എന്നിട്ട് പറഞ്ഞു, ഞങ്ങൾ മടങ്ങി വരികയാണ് ചർച്ചിലോട്ട്. കാരണം 6 മാസമായി സൗഖ്യമില്ലാതെ സുബോധമില്ലായിരുന്ന ഞങ്ങളുടെ മകൾക്ക് സുബോധം മടങ്ങി വന്നിരിക്കുന്നു. അതുകൊണ്ട് നിങ്ങളുടെ ദൈവം ജീവിക്കുന്ന ദൈവം എന്ന് പറഞ്ഞ് അവർ തിരിച്ച് ചർച്ചിലേക്ക് കടന്നു വന്നു. എനിക്ക് വളരെ സന്തോഷം തോന്നി. അപ്പോൾ ഞാൻ വിചാരിച്ചു, 3 ദിവസം ഇവർക്കൊണ്ട് ഉപവാസം എടുത്ത് പ്രാർത്ഥിക്കാം. 3 ദിവസം ഉപവാസം എടുത്ത് പ്രാർത്ഥിച്ചപ്പോഴാണ് കാര്യം മനസ്സിലാക്കിയത്, ഇത് 1-2 ഭൂതമല്ല, 100 കണക്കിന് ഭൂതങ്ങളാണ്. ഈ 3 ദിവസം കൊണ്ട് വളരെ ഉപവസിച്ചെങ്കിലും പ്രാർത്ഥിച്ചെങ്കിലും ഇവരുടെ എല്ലാ ഭൂതങ്ങളും ഇറങ്ങിയില്ല. ഞാനും വളരെ ഭാരപ്പെട്ടു. അപ്പോൾ ഞാൻ പറഞ്ഞൊരു കാര്യം, നിങ്ങൾ മടങ്ങിപ്പോ, ഞാൻ വീട്ടിൽ വരാമെന്ന് പറഞ്ഞു. അവർ പറഞ്ഞു, ഇവിടുന്ന് എഴുന്നേൽക്കുന്ന കാര്യമില്ലെന്ന് പറഞ്ഞു. അവർ ചർച്ചയിൽ നിന്ന് പോവുകയില്ല. അപ്പോൾ ഞാൻ ഡൽഹിയിൽ നിന്നൊരു പാസ്റ്ററെ വിളിച്ച് വരുത്തി. ഞാൻ പറഞ്ഞു പ്രാർത്ഥിക്കാൻ പറഞ്ഞു. ആ ഡൽഹിയിൽ നിന്ന് വന്ന പാസ്റ്റർക്ക് ഈ ഭൂതങ്ങളെല്ലാം കൂടെ അദ്ദേഹത്തെ ശല്യപ്പെടുത്തി. അവസാനം അദ്ദേഹം പനി പിടിച്ച് തിരിച്ച് മടങ്ങിപ്പോയി. UP നിന്നൊരു പാസ്റ്ററെ വരുത്തി, അദ്ദേഹവും വളരെ ഭാരപ്പെട്ട് മടങ്ങിപ്പോയി. പഞ്ചാബിൽ നിന്നൊരു പാസ്റ്ററെ വരുത്തി, അദ്ദേഹവും മടങ്ങിപ്പോയി. ഞാൻ ദൈവത്തോട് ചോദിച്ചു, കർത്താവേ, ഇവരെ കൊണ്ടൊന്ന് സൗഖ്യമാക്കാനാണ് നിനക്ക് പദ്ധതിയെങ്കിൽ നീ അവരെ സൗഖ്യമാക്കണം. അപ്പോൾ കർത്താവ് പറഞ്ഞു, മകനെ, നീയാണ് ആത്മാവിനെ ചോദിച്ചത്, നീയാണ് ഭാരപ്പെട്ടത്, നീയാണ് ഈ ദേശത്തിന് വേണ്ടി കരഞ്ഞത്, നീ കൈവയ്ക്കാൻ പറഞ്ഞു. അന്ന് രാത്രി മുതൽ അപ്പോഴത്തേക്ക് 2 മാസം നീങ്ങിക്കഴിഞ്ഞു. 24 hours ചർച്ചിനകത്ത് തന്നെ ഇരിക്കുകയാണ്. 24 hours. ഈ 2 മാസം കഴിഞ്ഞപ്പോൾ ഞാൻ കൈവച്ച് പ്രാർത്ഥിക്കാൻ തുടങ്ങിയപ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് പരിവർത്തിച്ചു. അവരുടെ മേൽ നിന്നുണ്ടായിരുന്ന ദുഷ്ടശക്തികൾ ഓരോന്നോരോന്നായി പേര് പറഞ്ഞ് ഇറങ്ങിപ്പോയി. ദൈവത്തിന് സ്തോത്രം. ഭയങ്കര, ഞാൻ എൻ്റെ ആയുസ്സിൽ ഇതുവരെ അങ്ങനെ ഒരു ഇഷ്യൂ കണ്ടിട്ടില്ല. ഇതിന് മുമ്പും കണ്ടിട്ടില്ല, അതിന് ശേഷവും കണ്ടിട്ടില്ല. എന്നാൽ ആ ദിവസങ്ങളിലെ ദേശത്തുള്ള ആളുകൾക്കെല്ലാം മനസ്സിലായി ഇവിടെ ഭൂതത്തെ ഇറക്കുന്നെന്ന്. കാരണം അവിടെയുള്ള ആളുകളെല്ലാം ഇവരുടെ അലയും നിലവിളിയും കേട്ട് ഒന്നിച്ചുകൂടാൻ തുടങ്ങി. ഗ്രാമക്കാരെല്ലാം ഒന്നിച്ചുകൂടി. അപ്പോഴാ ദേശത്തറിഞ്ഞ് ഭൂതം ഇളക്കുന്ന ഒരു സ്ഥലമാണെന്ന് പറഞ്ഞ് ഗ്രാമത്തിലുണ്ടായിരുന്ന സകല ഭൂതബാധിതരെയും അവിടെ കൊണ്ടുവന്നു. ഞായറാഴ്ച ഞങ്ങൾക്ക് 40-50 ഭൂതം ബാധിച്ച ആളുകൾ ഒന്നിച്ചിരിക്കുകയാണ്. ഞങ്ങൾ വിശ്വാസികൾ 10-15 പേരെ മാക്സിമേ ഉള്ളൂ. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഇടപെട്ടു. ആ വന്ന സകല മനുഷ്യരും അത്ഭുതകരമായി വിടുതൽ പ്രാപിച്ചു. അങ്ങനെയാണ് സഭ വളരുവാൻ കർത്താവ് ഇടയാക്കി തീർത്തത്. ഇതിൻ്റെ മധ്യത്തിൽ പ്രതികൂലം വളരെ ഉണ്ടായി. അനേകർ വന്ന് ഞങ്ങളെ തടസ്സപ്പെടുത്തി. പോലീസ് വന്നു, ഞങ്ങളെ പിടിച്ചുകൊണ്ടുവാൻ പോയി. എന്നെക്കൊണ്ട് മുറിയിൽ പൂട്ടിയിട്ടു. ഒരുപാട് കാര്യങ്ങളുണ്ട്. ദൈവത്തിൻ്റെ വഴി തീയിലാണ്, ദൈവത്തിൻ്റെ വഴി സമുദ്രത്തിലാണ്, ദൈവത്തിൻ്റെ വഴി പെരുങ്കാറ്റിൻ്റെ മധ്യത്തിലാണ്. ദൈവത്തിന് സ്തോത്രം. എന്നാൽ അതിൻ്റെയൊക്കെ മധ്യത്തിൽ ദൈവ ആത്മാക്കളെ തന്നു. അതോർത്ത് ഞാൻ ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. എൻ്റെ സമയം തീർന്നിരിക്കുന്നതോടെ ഞാൻ അവസാനിപ്പിക്കുകയാണ്. കർത്താവെ, ഇവിടെ കടന്നു വരുവാൻ അനുവദിച്ചോർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. അനേക സംഭവങ്ങളുണ്ട്, പറയാനായിട്ട് സമയമില്ല. എന്നാൽ ദൈവത്തിൻ്റെ നടത്തിയ വഴികളൊക്കെ വളരെ അത്ഭുതമായിരുന്നു. ദൈവത്തിൻ്റെ വഴിയെ ദൈവമക്കൾ തിരഞ്ഞറിയണം. ദൈവത്തിൻ്റെ വഴി അത്ഭുതകരമായ വഴിയാണ്. അത് അത്ഭുതത്തിൽ കൂടെ നടന്നെങ്കിൽ മാത്രമേ ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ സാധ്യമാകുകയുള്ളൂ. ദൈവകരങ്ങളിലേക്ക് നമ്മെ തന്നെ സമർപ്പിക്കാം. ഞങ്ങളെ ഓർത്ത് പ്രത്യേകം പ്രാർത്ഥിക്കണമെന്ന് അപേക്ഷിച്ചുകൊണ്ട് എൻ്റെ വാക്കുകളെ അവസാനിപ്പിക്കും. ദൈവം അനുഗ്രഹിക്കുമാറാകട്ടെ.